വാഹനങ്ങളുടെ നിറം മാറ്റം ഉൾപ്പെടെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് CP ജോൺ. പ്രിയദർശിനി പദ്ധതി വൻ വിജയം. വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വലിയ ശബ്ദത്തിൽ പാട്ട് കേൾപ്പിക്കുന്ന രീതിയിലുള്ള സ്പീക്കറുകൾ ഘടിപ്പിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വാഹനത്തിൽ പാട്ട് വച്ച് പുറത്ത് നൃത്തം ചെയ്യുന്നതിനിടെ വണ്ടി അബദ്ധത്തിൽ മുന്നോട്ടെടുത്ത് ഒരു കുട്ടി മരിച്ച ദാരുണ സംഭവം വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. വാഹന മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ സർക്കാർ പൊതുവെ അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിലും ലഭിക്കുന്ന അനുമതികൾ ദുരുപയോഗം ചെയ്യുകയോ അത് ദുരന്തങ്ങളിലേക്ക് നയിക്കുകയോ ചെയ്താൽ വാഹനം കണ്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വോക്കൽ വച്ചവരൊക്കെ എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണം. ഏത് സമയത്തും വണ്ടി പിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനങ്ങളുടെ നിറം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്തു തന്നെ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രിയദർശിനി യാത്രാ പദ്ധതി വൻ വിജയമാണ്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷത്തിലേക്ക് ഉയർന്നു. KSRTCയിൽ ഇപ്പോൾ 64% സ്ത്രീ യാത്രക്കാരാണ്. 60 കോടി രൂപയാണ് പ്രതിമാസം പദ്ധതിക്കായി വേണ്ടിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വേളിയിൽ നിന്ന് കഠിനകുളം വരെ പാർവതി പുത്തനാറിലൂടെ സിയാലിന്റെ സൗരോർജ്ജ യാത്രാ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്കായി 1.5 ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതി ഫലപ്രദമായി നടപ്പാക്കും. 24 മണിക്കൂറിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ആശുപത്രികളുമായി സഹകരിച്ച് ജീവനക്കാരെ നിയോഗിക്കുമെന്നും CP ജോൺ പറഞ്ഞു.